ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. സിറിയൻ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നയമാൻ എന്ന് പറയുന്നൊരു മനുഷ്യന് കുഷ്ഠരോഗമുണ്ടാവുകയും എലീശ പ്രവാചകൻ്റെ പ്രവർത്തന മുഖാന്തരം രോഗം സൗഖ്യമാകുന്നതുമായ സംഭവമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. സിറിയൻ രാജാവിൻ്റെ സൈന്യാധിപനായ നയമാൻ്റെ ഭവനത്തിൽ ഇസ്രായേലിലെ ഒരു ചെറിയ പെൺകുട്ടി ബാല്യക്കാരിയായി അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ യജമാനൻ്റെ കുഷ്ഠരോഗം കണ്ടപ്പോൾ എലീശ പ്രവാചകനെക്കുറിച്ച് അവൾക്കറിയാം. തൻ്റെ രാജ്യത്തുള്ള ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അവൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അവൾ ഈ നയമാനെ അറിയിക്കുന്നു, എലീശ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ സൗഖ്യം ലഭിക്കും. വിഗ്രഹാരാധിയായ ആ നയമാൻ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഒരു ചെറിയ ബാലികയുടെ മുഖാന്തരമാവുകയാണ്. അവൾ പറഞ്ഞ ഏതാനും ചില വാക്കുകൾ നയമാനെ സത്യദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പെൺകുട്ടിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, മറ്റൊരു ധനികയായ സ്ത്രീയുടെ മുഖാന്തരം എലീശ പ്രവാചകൻ അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. വലിയവരായാലും ചെറിയവരായാലും ദൈവികമായ പദ്ധതി നമ്മളുടെ ദൈവം നിറവേറ്റും. നാം അതിന് സന്നദ്ധരാണെങ്കിൽ വിശ്വാസത്തോടെയുള്ള ചെറിയ കുറച്ച് വാക്കുകളും മറ്റുള്ളവരെ സ്വാധീനിക്കുകയും അവർക്ക് സൗഖ്യത്തിനും ദൈവാനുഗ്രഹത്തിനും മുഖാന്തരമായി ഭവിക്കുകയും ചെയ്യുമെന്ന ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ നയമാൻ സിറിയൻ രാജാവിൻ്റെ ലെറ്ററുമായി പോകുന്നു. ആദ്യം ചെല്ലുന്നത് അദ്ദേഹം ഇസ്രായേലിലെ രാജാവിൻ്റെ അടുത്താണ്. രാജാവ് വിചാരിച്ചു, ഇവന് എന്നോട് യുദ്ധത്തിന് വരാൻ വേണ്ടിയാണ്, ഞാനെങ്ങനെ അവൻ്റെ കുഷ്ഠരോഗം മാറ്റുന്നത്. ഇതറിഞ്ഞ എലീശ പ്രവാചകൻ അവിടെ ചെല്ലുന്നു. രാജാവിനോട് പറഞ്ഞു, അവൻ എൻ്റെ അടുത്തേക്ക് അയക്കുക, ഞാനവന് സൗഖ്യം നൽകാം. അങ്ങനെ നയമാൻ തൻ്റെ പരിചാരകരുമായി എലീശ പ്രവാചകൻ്റെ താമസിച്ചിരുന്നതായ ആ കുടിലിനടുത്തെത്തുന്നു. അവൻ വന്നെന്നറിഞ്ഞ എലീശ തൻ്റെ ശിഷ്യനായിരുന്ന ഗേഹാസി, പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ പേര് നമുക്ക് മനസ്സിലാവും, ഗേഹാസിയോട് അവനോട് പറയുന്നു, 7 പ്രാവശ്യം യോർദാൻ നദിയിൽ പോയി നീ മുങ്ങുക. വലിയ രാജ്യത്തിൻ്റെ സൈന്യാധിപൻ വന്നുവെന്ന് വിചാരിച്ച് എലീശ വന്നവനെ വഴിയിൽ വെച്ച് സ്വീകരിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയവരും ചെറിയവരുമെല്ലാം അവൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൃത്യനെയാണ് എലീശ അവിടെ പറഞ്ഞയക്കുന്നത്. മാത്രമല്ല, നയമാൻ തൻ്റെ സ്ഥാനത്തിൻ്റെ അകന്തയിൽ നിന്ന് താഴെ വരേണ്ടത് അനിവാര്യവുമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ, ഈ നദിയിൽ പോയി മുങ്ങാൻ പറഞ്ഞപ്പോൾ നയമാന് ദേഷ്യം വരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ നദിയില്ലാഞ്ഞല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഒരുങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ പറയുന്നത്, നമ്മളോട് വലിയ കഠിനമായ കാര്യമൊന്നും ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ലല്ലോ, ആർക്കും ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമല്ല 7 പ്രാവശ്യം ഒന്ന് മുങ്ങുക എന്നുള്ളത്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഏതായാലും പ്രവാചകൻ പറഞ്ഞതല്ലേ, ആവശ്യക്കാരന് ആണല്ലോ. ഇപ്പം നയമാൻ അവന് രോഗം മാറണമെന്നുള്ളത് അവൻ്റെ ആഗ്രഹവും ആവശ്യവുമാണ്. അതുകൊണ്ട് അവനതിന് തയ്യാറാവുകയാണ്. 6 പ്രാവശ്യം മുങ്ങിയിട്ടും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. 7-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ രോഗം മാറി, അവൻ്റെ ത്വക്ക് ശിശുവിൻ്റെ ത്വക്ക് പോലെയായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴാണ് അവൻ്റെ ത്വക്ക് ശിശുവിനെ പോലെ ആയത്? അവൻ എളിമപ്പെട്ടപ്പോഴാണ്, വിനയപ്പെട്ടപ്പോഴാണ്, പ്രവാചകൻ്റെ വാക്കനുസരിക്കുവാൻ തയ്യാറായപ്പോഴാണ്. 5-6 പ്രാവശ്യം മുങ്ങുമ്പം വേണമെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകാമായിരുന്നു. പക്ഷേ തൻ്റെ ആവശ്യം, അവൻ വിനയപ്പെട്ട് 7 പ്രാവശ്യം അവിടെ മുങ്ങുന്നു. അവനവിടെ സൗഖ്യം ലഭ്യമാകുന്നത് നമ്മൾ കാണുകയാണ്.
അവൻ്റെ ത്വക്ക് ഒരു ശിശുവിനെ പോലെയായി. നമ്മുടെ കർത്താവും പറഞ്ഞു, സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുവിൻ. കാരണം ശിശുവിന് ഞാനെന്ന ഭാവമില്ല. ആ ഞാനെന്ന ഭാവമാണ് നമ്മളെ പലപ്പോഴും കുഷ്ഠരോഗത്തിലേക്കും മറ്റുള്ള അവസ്ഥകളിലേക്കും പാപത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. താഴ്മയുടെ, എളിമയുടെ, വിധേയത്വത്തിൻ്റെ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നു. നയമാൻ വലിയ സൈന്യാധിപനാണെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞു കേട്ട് 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി വിനയപ്പെട്ടപ്പോൾ അവൻ്റെ ത്വക്ക് ശിശുവിനെ പോലെയായിത്തീരുന്നു. നമ്മളും അങ്ങനെ നിഷ്കളങ്കമായ മനോഭാവത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നതെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. രോഗം ഭേദമായപ്പോൾ നയമാൻ വലിയ സന്തോഷവാനായി. അവൻ എലീശ പ്രവാചകൻ്റെ അടുക്കൽ അവനെ അവിടെ തിരികെ ചെല്ലുന്നു. സ്വർണ്ണങ്ങളും വെള്ളികളും വലിയ സമ്മാനങ്ങളും വസ്ത്രങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നു. എലീശ അതൊന്നും അവിടെ സ്വീകരിക്കുന്നില്ല. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എലീശ അവന് സൗഖ്യം കൊടുക്കാൻ 7 പ്രാവശ്യം പോയി മുങ്ങാൻ പറഞ്ഞത്. എലീശയ്ക്ക് എൻ്റെ ആവശ്യവുമില്ല, അവനൊന്നും വാങ്ങിയില്ല. അപ്പം അങ്ങനെ അവൻ മടങ്ങിപ്പോകുമ്പോൾ എലീശയുടെ ഭൃത്യനായ ഗേഹാസി ദ്രവ്യാഗ്രഹിയാണ്. അദ്ദേഹം പിന്നാലെ ചെല്ലുകയും പ്രവാചകൻ്റെ അടുത്ത് മറ്റ് 2 പേര് ശിഷ്യത്വത്തിന് വന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി തരണമെന്നും പറഞ്ഞുകൊണ്ട് ആ വെള്ളിയും പൊന്നും ഒക്കെ ആവശ്യപ്പെടുകയും അവൻ ചോദിച്ചതിൻ്റെ ഇരട്ടി നയമാൻ കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അവൻ എലീശയുടെ അടുത്ത് വന്നു. അപ്പോൾ എലീശ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൻ കള്ളം പറയുന്നു. നീ നയമാൻ്റെ പിന്നാലെ പോയതും അവൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി നിന്നെ സ്വീകരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ എൻ്റെ ആത്മീയ കണ്ണുകളായി എനിക്ക് കാണാൻ സാധിച്ചു. നിൻ്റെ ദ്രവ്യാഗ്രഹം നയമാൻ്റെ മാറിയ കുഷ്ഠരോഗം നിനക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ ശാപഗ്രസ്തനായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം സകല പാപത്തിനും കാരണമെന്ന് ബൈബിൾ പറയുന്ന കാര്യം നമ്മൾ ഓർക്കുക. അവൻ്റെ ദ്രവ്യാഗ്രഹമാണ് അവനെ, നമുക്കറിയാം എലീശായ്ക്ക് ശേഷം പ്രവാചകനാകേണ്ട വ്യക്തിയാണ് ഈ ഗേഹാസി. ഏലിയായ്ക്ക് ശേഷം എലീശ ഇതുപോലെ എലീശയുടെ ഏറ്റവും അടുത്ത ഭൃത്യൻ അവന് ശേഷം പ്രവാചകനാകേണ്ടവനായിരുന്നു. എലീശ ഏലിയാവിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. നീ മരിക്കുന്നിടവരെ, നീ എപ്പോൾ എടുക്കപ്പോൾ അതുവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ അനുഗമിക്കുകയും അവൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തവനാണ്. എന്നാൽ ഗേഹാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലെ ദ്രവ്യാഗ്രഹം അവന് ലഭിക്കേണ്ടതായ നൽവരം ഇവിടെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? എലീശായ്ക്ക് ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവിനെ ലഭിച്ചു. ഗേഹാസിക്കോ നയമാൻ്റെ കുഷ്ഠരോഗം ലഭിച്ചു. ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയായി തീരണം. താഴ്മയുടെ, വിനയത്തിൻ്റെ വലിയ മനോഭാവത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ദ്രവ്യാഗ്രഹം നമുക്ക് ഈ ഭൂമി ജീവിക്കുന്ന കാലത്തോളമേ ദൈവത്തിൻ്റെ ആവശ്യമുള്ളൂ. അതൊരു കർത്താവ് പറഞ്ഞ പുഴുവും തുരുമ്പും നശിപ്പിക്കാത്ത സ്വർഗരാജ്യങ്ങളുടെ നിക്ഷേപം ഉണ്ടാവട്ടെ. ആ നിക്ഷേപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അതിനുവേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.